ഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ 31-കാരിയായിട്ടുള്ള പെൺകുട്ടി PG വിദ്യാർത്ഥിനി ഈ തരത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ബാലു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതി തന്നെ ഇതിൽ പെടുത്തിയതാണ്, താനല്ല പ്രതി എന്നുള്ള തരത്തിലുള്ള സഞ്ജയ് റോയിയുടെ പ്രതികരണം ഇന്നും ഉണ്ടായിരുന്നു കോടതിക്ക് മുൻപാകെ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ബാലു, പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടി ചോദിക്കുകയാണ്. അതായത് ഈ ഒരു കേസ് ഒരുപക്ഷെ ഇത്രയും കോളിളക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തിയത് ഒന്ന് സ്ത്രീ സുരക്ഷയുമായി സംബന്ധിച്ചുള്ളതാണ്, മറ്റൊന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുമായി സംബന്ധിച്ചാണ്. ആശുപത്രിക്കുള്ളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷയില്ല, അവർക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളിൽ നടപടി വേണം എന്ന തരത്തിലുള്ള ആ തരത്തിൽ ഡോക്ടർമാരുടെ ജോലി വരെ ബഹിഷ്കരിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സമരങ്ങളും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ 164ാമത്തെ ദിവസമാണ് ഈ കേസിന്റെ വിധി വരുന്നത്. ഈ കേസ് ഇവിടെ തീർപ്പാക്കപ്പെടുകയാണ്, പിന്നീട് നിയമ നടപടികൾ ബാക്കി. എങ്കിൽ പോലും ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് മേലുള്ള അതിക്രമങ്ങളെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശമോ മറ്റോ ഉണ്ടായിട്ടില്ലേ? അക്ഷയ, കോടതി ഇതിലൊരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ എന്താണ് വാദപ്രതിവാദങ്ങളുടെ സമയത്ത് നടന്നത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും കൃത്യമായ, കാരണം അഭിഭാഷകർക്കും ഈ പ്രതികളും കേസുമായി ബന്ധപ്പെട്ടവരും മാത്രമായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത്. കോടതി നടപടികൾക്കിടയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സിയാൽദ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജിയായ അനുപൻ ദാസ് ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നത് പൊതുസമൂഹത്തിന് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതിനെ ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് അഥവാ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാത്തതെന്നത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് അറിയണമെങ്കിൽ ഈ വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകേണ്ടതായുണ്ട്. ഇന്ന് കോടതിയിൽ ഈ ജഡ്ജി ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് വിധിച്ചതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം വളരെ ഹ്രസ്വമായ വാചകങ്ങൾ കൊണ്ടാണ് തൻ്റെ വിധി പ്രസ്താവം അവസാനിപ്പിച്ചത്. ഒന്ന്, ഇതിനെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ കുറ്റം തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റവാളിയായ സഞ്ജയ് റോയിക്ക് മരണം വരെ ജീവപര്യന്തവും അതുപോലെ തന്നെ 50,000 രൂപയുടെ പിഴയും എന്ന ശിക്ഷയെ മാത്രമാണ് വിധിച്ചത്. ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് എത്തിയതെന്നത് അറിയണമെങ്കിൽ വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകേണ്ടതായുണ്ട്. അല്പസമയത്തിനുള്ളിൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. പക്ഷേ നിലവിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഈ ശിക്ഷാ വിധി സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ്. അതിന് പിന്നിലേക്ക് ജഡ്ജി എടുത്തിരുന്ന നിലപാടുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരമൊരു നിലപാടിലേക്ക് കോടതി എത്തിച്ചേർന്നു എന്നത് ഈ വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. തീർച്ചയായിട്ടും വിധിയുടെ പൂർണ്ണ രൂപം ലഭ്യമാകേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവ കേസായിട്ട് ഈ കേസിനെ പരിഗണിക്കാൻ പറ്റാതെ പോകുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഈ വിധി ശിക്ഷാവിധി പ്രസ്താവിക്കുമ്പോൾ ഈ വിധി പുറപ്പെടുവിക്കുമ്പോൾ കോടതിയുടെ മുൻപിൽ ഉണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്, അതൊക്കെയും നമുക്ക് അറിയേണ്ടതുണ്ട്. അത് ഇതിന്റെ പൂർണ്ണ രൂപം കിട്ടിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. വിധി പകർപ്പിന്റെ 50,000 രൂപ പിഴയും മരണം വരെ ജീവപര്യന്തവും എന്നുള്ള ശിക്ഷയാണ് ഇപ്പോൾ പ്രതി സഞ്ജയ് റോയിക്ക് കോടതി സിയാൽദോ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ശിക്ഷാവിധിയുമായി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ബി ബാലഗോപാൽ നൽകുന്നത്. രാജ്യത്ത് വലിയ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ 31-കാരിയായിട്ടുള്ള PG ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു എന്നുള്ള കേസ്. പിന്നീട് ഓഗസ്റ്റ് മാസം നടന്ന കേസ്, അതിൽ 164ാമത്തെ ദിവസം ശിക്ഷാവിധി വരുന്നതു എന്നതൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. CBIക്ക് ഈ കേസ് കൈമാറാൻ നിർബന്ധമാകുകയായിരുന്നു സർക്കാർ. ഒടുവിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ തൂക്കുകയർ നൽകണം പ്രതിക്ക് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇനി എന്ത് ചെയ്യാനാകും, ഇനി എങ്ങനെയായിരിക്കും കുടുംബത്തിന്റെ പോക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കും.